എരപ്പാളത്തരം പറഞ്ഞാലുണ്ടല്ലോ. അത് തന്നെയാണ് അച്ഛാ ഞാനും പറയുന്നത്. എടാ നോക്ക്, കുറുപ്പദ്ദേഹം 10 കൊല്ലമായിട്ട് ഈ പഞ്ചായത്തിന്റെ സ്ഥിരം പ്രസിഡന്റാണ്. അച്ഛാ, ഈ പഞ്ചായത്ത് അയാളുടെ കുത്തകയാണ്. ആണടാ, അദ്ദേഹത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ഈ പഞ്ചായത്തൊക്കെ അദ്ദേഹത്തിന് പുല്ലാണടാ. പുല്ലാണെങ്കിൽ അയാളും ഇത്ര വാശി പിടിക്കുന്നത് എന്തിനാണച്ചാ? നീ എന്താണ് വിളിച്ചത്? അയാളോ? അവന്റെ കാറ്റ് നിനക്കും വീശി തുടങ്ങി. ഇങ്ങോട്ട് നോക്ക്, ഈ കരയിൽ എന്റെ മുതലാളിയെ പറ്റി കമാന്ന ഒരക്ഷരം ആരും ശബ്ദിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് മുതൽ ഞാൻ ശബ്ദിക്കാൻ പോവുകയാണ്. ആരും നീയോ? എടാ, നീ മര്യാദയ്ക്ക് പിൻവലിക്കുകയാണ് നല്ലത്. കാരണം എന്റെ മുതലാളിയോട് എന്റെ മകൻ എതിർക്കാൻ പാടില്ല. എന്നാൽ മുതലാളി അങ്ങ് പിന്മാറാൻ പറയണം. നീ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്തിനാ മനുഷ്യ അവൻ ഇറങ്ങുന്ന വഴിക്കൊക്കെ കോല് വെക്കാൻ നടക്കുന്നത്? ഞാനോ? ഇവനാടി എനിക്ക് കോല് വെക്കുന്നത്. അച്ഛാ, എന്നെ നിർത്തിയിരിക്കുന്നത് ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള കുറെ ചെറുപ്പക്കാരാണ്. ഞാൻ പിന്മാറിയാൽ അവരെന്നെ തന്തയ്ക്ക് വിളിക്കും. വിളിക്കട്ടടാ, എന്നെ അല്ലേ വിളിക്കുന്നത്. വേണമെങ്കിൽ അവന്മാര് എന്റെ തന്തയ്ക്കും വിളിച്ചോട്ടെ. എന്നാലും അവൻ പിന്മാറിയേ പറ്റുമല്ലേ? അതേടി, അവൻ പിന്മാറണം. ഈ ജന്മം അത് നടക്കില്ല അച്ഛാ. അച്ഛന്റെ മുതലാളിയെ ഞാൻ തോൽപ്പിച്ച് തൊപ്പിയിടിക്കും. എന്നാ അന്ന് നീ എന്റെ മകനും ഞാൻ നിന്റെ തന്തയല്ലെന്ന് വെക്കും. അച്ഛാ, ചുണയുണ്ടെങ്കിൽ നീ നിൽക്കടാ. മുതലാളിക്ക് വേണ്ടി ഞാൻ നടന്ന് വോട്ടുപിടി. അത് വെറുതെ നാറാനാച്ചാ. എന്റെ ഭഗവാനെ, ഇതെന്തൊരു ഭ്രാന്താ! ഭ്രാന്ത് നിനക്കും നിന്റെ മക്കൾക്കുമാണ്. മുതലാളി ജയിക്കുവോ ഈ എരപ്പാളി ജയിക്കുവോ ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ എന്തെങ്കിലും കഴിച്ചേച്ചു പോ. നീ എന്തോടെ പറഞ്ഞത്? എന്തെങ്കിലും കഴിച്ചേച്ചു പോവാൻ? എന്റെ തന്ത വന്ന് കഴിക്കൂടി. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? നാട്ടുകാരുടെ മുമ്പിൽ പന്തയം വെച്ചിരിക്കുന്നു സ്വന്തം മകളെ. നിങ്ങൾ തോറ്റാൽ അവിടെ കല്യാണം കഴിച്ചു കൊടുക്കുമോ? നീ പറയുന്നത് ഞാൻ ഇപ്പോഴേ തോന്നാൻ തോന്നുമല്ലോ. ഞാൻ പറയുന്നതാണോ കുറ്റം? നിങ്ങൾക്കെതിരായി ആരും നിൽക്കില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എതിരുണ്ടായില്ലേ? അതുപോലെ ജയിക്കുമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ തോറ്റാൽ എന്ത് ചെയ്യും? ഞാൻ ഈ നാട്ടിൽ തോറ്റാൽ അന്ന് സൂര്യൻ പടിഞ്ഞാൻ ഉദിക്കും. മോനെ ബാല, എന്തു വേണം? ശാന്തി എത്ര കാലമായി ഇങ്ങനെ നിർത്തിക്കൊണ്ട് നിൽക്കാൻ കഴിയുന്നത്? അവളും കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണല്ലേ. ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ അവൾക്കും ആഗ്രഹം കാണാതിരിക്കുമോ? എന്റെ കുറ്റം കൊണ്ടാണ് അവളോടെ നിൽക്കുന്നത്. എന്റെ കുഞ്ഞ്, നീ അവളെ ഇങ്ങ് വിളിച്ചോണ്ട് പോരെ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ വലിയ കൊടികെട്ടിയ കാരണവന്മാര് പറഞ്ഞാ കേൾക്കാത്തവനാ ഞാൻ. നിങ്ങളുടെ മോന്റെ കാല് പിടിച്ചിട്ടേ അവളെ ഇവിടെ കൊണ്ടു നിർത്തേണ്ട ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കാൻ ഇട വന്നാ മതിയായിരുന്നു. ആ വിചാരം നിങ്ങളുടെ മകനോടുണ്ടാകണം. അവന്റെ കണ്ട് ഞാൻ വെറും കക്കാച്ചുവളക്കാരനല്ലേ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലാൽ ഇക്കാര്യം പറഞ്ഞ ആരും ഇങ്ങോട്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. തവളപ്പെട്ടി കോട്ടില്ലേ? ഓട്ടില്ലേ തവളപ്പെട്ടി കോട്ടില്ലേ? ഓരോ വോട്ടും നമ്മുടെ പെട്ടി, നമ്മുടെ പെട്ടി. വോട്ടില്ല, വോട്ടില്ല, താലിപ്പെട്ടി കോട്ടില്ല. വോട്ടില്ലേ, വോട്ടില്ലേ, തവളപ്പെട്ടി കോട്ടില്ലേ? ഓരോ വോട്ടും നമ്മുടെ പെട്ടി. അമ്മേ, ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നല്ലേ അമ്മയുടെ പരാതി? ഇതാ. എന്താടാ ഇത്? അമ്മയുടെ മരുമകളുടെ കഴുത്തി കിട്ടാൻ പോകുന്ന താലി. ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന്. അതിന് പെണ്ണേതാ? ശങ്കരക്കുറുപ്പിന്റെ മകൾ. രാധകുഞ്ഞോ? അതെ. കുറുപ്പിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാൽ അയാളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് പരസ്യമായ അയാൾ വാക്ക് തന്നിരിക്കുകയാണ്. ഞാൻ ജയിക്കും. അയാളുടെ മകളുടെ കഴുത്തിൽ ഞാൻ ഈ താലിയും കെട്ടും. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോടാ മോനെ? പിന്നെ നടക്കാതെ? കരക്കാരുടെ മുമ്പിൽ വെച്ചാണമ്മേ അയാൾ പന്തയം വെച്ചത്. ഒന്നാം സാക്ഷി കേശവക്കുറുപ്പ്, രണ്ടാം സാക്ഷി എന്റെ അച്ഛൻ. എന്റെ പൊന്നു മോനെ, നീ എന്തിനാടാ ഈ ഏടാകൂടത്തിനൊക്കെ പോകുന്നത്? എനിക്ക് ആകെ പേടിയാകും. അമ്മ പേടിക്കാതിരിക്കും. അമ്മേനെ അനുഗ്രഹിച്ചാൽ ഈശ്വരൻ നിനക്ക് നല്ലത് വരുത്തട്ടെ. നമ്മുടെ ചിഹ്നം തവള, മറക്കല്ലേ?
എങ്ങനെ ഇരിക്കുന്നു? എല്ലാ വോട്ടും നമുക്കളങ്ങനെ. ആ ക്ഷവരക്കാരന് ഉടനെ വിളിച്ചോളൂ. എന്തിനാ? സുരേന്ദ്രന്റെ തല മുട്ടയടിക്കാല്ല. എങ്ങനെ ഇരിക്കുന്നു മാലി? കർഷക തൊഴിലാളികൾ നേരും നിലവിലുള്ളവരാണെങ്കിൽ കുറുപ്പാദ്ദേഹത്തിന് കെട്ടിവെച്ച കാശ് കിട്ടില്ല. എണ്ണണ്ട ആവശ്യമില്ല, നമ്മളെ ജയിക്കും. ശരിയാ, പക്ഷെ അവന്മാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും. അത് തോൽക്കാനുള്ള സന്തോഷമാണ്. പക്ഷെ കുറുപ്പദ്ദേഹം ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോയാട്ടെ. അതെന്താ? തവളക്ക് വളരെ കുറച്ചേ ഉള്ളു. ഈശ്വര, ചതിച്ചോ? ഒന്ന് ഞാൻ പോവുക. അങ്ങനെ പൊയ്ക്കോ, ഞാൻ രണ്ടിലൊന്ന് അറിഞ്ഞേ വരും. 480 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ സുരേന്ദ്രൻ വിജയിച്ചിരിക്കുന്നു. അവൻ ജയിച്ചത് അങ്ങനെ അവനല്ല ജയിച്ചത്, ഞാനാ ജയിച്ചത്. എന്നുവെച്ചാൽ അവനെ ഇലക്ഷൻ നിർത്തിച്ചു, കെട്ടിക്കാൻ പണം കൊടുത്തവൻ ഞാനാ. എന്റെ മുന്നത്തെ ഭഗവതി, ഈ കുറുപ്പേ എന്റെ അച്ഛനെ തെണ്ടിച്ചവനാ. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഇവനെ തെരഞ്ഞെടുപ്പിന് നിർത്തി അവനെ തോൽപ്പിച്ചു. സുരേന്ദ്രനടുത്ത് പറഞ്ഞാലേ ഞാന് കിളവനിക്കൊരു തേങ്ങ അടിച്ചിട്ട് വരും. എല്ലാം തകർന്നു വന്നു. ഇനി എന്ത് ചെയ്യും? മോനെ ഉടനെ അണിയന്റെ വീട്ടിലേക്ക് അയക്കണം. രാത്രി കുറെ നാളത്തെ ഇങ്ങോട്ട് അയക്കണ്ടെന്ന് അണിയനെ അറിയിക്കണം. ഞാനിപ്പോ വരുന്ന വഴി അച്ഛാ. ബാബുവിടെ ചേട്ടൻ അവിടെ കൂട്ടുകാരനായി സംസാരിച്ചോണ്ട് നിൽക്കുക. ബാബു, നമുക്ക് പോകാം. എവിടേക്കാ അച്ഛാ? എവിടെയൊക്കെ ഞാൻ പറയാം, വേഗം വാ. അമ്മേ, അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അയ്യോ, മോളെ ചതിച്ചു. എന്താ അച്ഛാ? സുരേന്ദ്രന്റെ ജാഥ വരുന്നുണ്ട്. അതിന് നമുക്കെന്താ? മോളെ, തെരഞ്ഞെടുപ്പിൽ അവൻ ജയിച്ചാൽ നിന്നെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ പന്തയം വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛാ, അയ്യോ, വരും മോളെ. ഞാൻ വരില്ല. ഞാനല്ല പന്തയം വെച്ചത്. അവൻ എന്നെ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. മോളെ, അച്ഛനും മോളും കൂടെ മോളെ രക്ഷപ്പെടാൻ നോക്കേ. എമ്മാടിത്തരം പറയുന്നോടി. ഇവിടെ ബലം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നേരെ കുറുപ്പദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാം. അച്ഛാ, കരക്കാരുടെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്ത് വെട്ടി തരാമെന്ന് അച്ഛന് വാക്ക് പറയാമായിരുന്നല്ലോ. ഞാൻ സന്തോഷത്തോടു കൂടി കഴുത്ത് വെട്ടി തരുമായിരുന്നു. എന്നോട് ക്ഷമിക്കൂ മോളെ. ക്ഷമിക്കാനോ? ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. അച്ഛന് പന്തയം വെക്കാനുള്ളതാണോ എന്റെ ജീവിതം? ആ തെണ്ടിക്ക് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറയാൻ അച്ഛനെന്താ അവകാശം? മോളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ സമാധാനമായിരിക്കുക. നമ്മൾ ജയിച്ചവരാണ്. കുറുപ്പദ്ദേഹം അന്തസ്സുള്ളവനാണെങ്കിൽ വാക്ക് പാലിക്കും. ഗോവിന്ദ, നീ കുടുംബത്തിന്റെ മകൻ രക്ഷിക്കുന്നു. അങ്ങനെ ഇന്ന് വരെ നീ എന്റെ കാല് പിടിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് ഞാൻ നിന്റെ കാല് പിടിച്ചാൽ എന്താണ് ഈ കാണിക്കുന്നത്? ഗോവിന്ദ, നിന്റെ മകൻ ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്റെ മകളെ മാത്രം ചോദിക്കരുതെന്ന് പറയണം. ഞാൻ പറയാറില്ലേ, ഞാൻ ഈ കുടുംബത്തിന് ഒരു ചീത്ത പേരുണ്ടാക്കിയില്ലാകില്ലേ. ഞാൻ തിന്ന ചോറിന് നന്ദിയുള്ളവരാണ്. ഞാൻ പറയാം, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാൻ. ഇപ്പൊ ഒന്നും ചോദിക്കാനില്ല. അച്ഛനും മകനുമെല്ലാം വീട്ടിൽ. സുരേന്ദ്രൻ കുഞ്ഞിപ്പോ ഞങ്ങൾ ജയറാമാണ്. എന്താണ് ഇവിടെയും കൂലി പ്രശ്നമാണോ? ഇത് കൂലി പ്രശ്നമല്ല, താലി പ്രശ്നമാണ്. എല്ലാം അറിഞ്ഞു കാണുമല്ലോ. പോയി ഞങ്ങൾ പെണ്ണിനെ കിട്ടിയാലേ പോകും. ചുട്ടുകളെങ്ങനെ? ഒന്ന് ചുമ്മാ വിരിയടാളിയ. നിന്നെ ഞാൻ പെണ്ണ് കെട്ടിച്ചെന്നെ വിടോളെ ഇവിടുന്ന്.
ഞാനും നോക്കട്ടെ. അവനോടൊരു വാക്ക് പറയാൻ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല. വാക്ക് എന്നെ തല്ലിക്കൊല്ല്. എന്ത് ചെയ്യാം? എനിക്ക് ഇങ്ങനത്തെ ഒരു മകനുണ്ടായിപ്പോയി. എന്നെ കൊല്ലട്ടെ. എന്റെ കൈ കൊണ്ട് എടുത്തു വളർത്തിയ കുഞ്ഞല്ലേ, എന്നെ കൊല്ലട്ടെ. മോനെ പാവമാണ്. ഞാനാണ് തെറ്റുകല്ല. നീ എന്നോട് ക്ഷമിക്കാൻ. നിങ്ങൾ എന്റെ തന്തയായിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ പെങ്ങളെ കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ നോവിയും ചവിട്ടിപ്പിന്നെ. പറയൂ, അച്ഛന്റെ അഭിമാനം രക്ഷിക്കാൻ എന്റെ പെങ്ങളെ കുരുതി കൊടുക്കാൻ തന്നെയാണോ തീരുമാനം? എനിക്കത് ഇപ്പോഴറിയണം. പറയൂ, പറയാൻ. അങ്ങനെ